നമസ്കാരം. രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന ലഹരി ഇടപാടുകളിൽ നിർണായക നീക്കവുമായി അമിത്ഷാ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. നക്സലൈറ്റുകളെ രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കുമെന്ന് അമിത്ഷാ ഒരു നിർദ്ദേശം നൽകിയിരുന്നു. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ അത് നടപ്പിലാക്കുകയും ചെയ്തു. നിലവിൽ ഇപ്പോൾ അടുത്ത ദൗത്യവുമായി അമിത്ഷാ രംഗത്തെത്തിയിരിക്കുകയാണ്. അതായത് രാജ്യത്ത് നിന്നും ലഹരി എന്നേക്കുമായി തുടച്ചു നീക്കുമെന്ന ലക്ഷ്യം, അതായത് ഒരു പ്രഖ്യാപനമാണ് അമിത്ഷാ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിൽ രാജ്യത്തിന്റെ പോക്ക് അതീവ ഗുരുതരമായ സാഹചര്യത്തിലായതുകൊണ്ട് തന്നെയാണ് അമിത്ഷാ നിർണായകമായ ഒരു തീരുമാനം ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ലഹരി കടത്തുകാരോട് ഒരു തരത്തിലുമുള്ള ദയവും ദാക്ഷിണ്യവും കേന്ദ്ര സർക്കാർ കാണിക്കില്ല എന്ന് വ്യക്തമായി തുറന്നു പറഞ്ഞിരിക്കുകയാണ് അമിത്ഷാ. വരും ദിവസങ്ങളിൽ ഷൂട്ട് അറ്റ് സൈറ്റ് പോലെയുള്ള ഓർഡറുകൾ അമിത്ഷാ തന്നെ നൽകാൻ സാധ്യത കൂടുതലാണ്. അതല്ലെങ്കിൽ ഉത്തർപ്രദേശ് മോഡൽ പോലെ ബുൾഡോസർ എല്ലാം ലഹരി കടത്ത സംഘത്തിന്റെ വീടുകളിലേക്ക് നേരെ ചെന്ന് ഡോറുകളിൽ മുട്ടി വിളിക്കും. ഒന്നേ ഷൂട്ട് അറ്റ് സൈറ്റ്, അല്ലെങ്കിൽ ഒന്നേ ബുൾഡോസർ പ്രയോഗം. ഈ രണ്ട് സാധ്യതകളാണ് ഇനിയിപ്പോൾ മുന്നിലുള്ളത്. കൂടാതെ കഴിഞ്ഞ ദിവസങ്ങളിലാണ് നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ നടത്തിയ വൻ ഓപ്പറേഷനിൽ കോടിക്കണക്കിന് രൂപയുടെ ലഹരി പിടിച്ചെടുത്തത്. ലഹരിക്കെതിരെയുള്ള വേട്ട ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മയക്കുമരുന്ന് കടത്ത് തടയുന്നതിനും ദേശീയ സുരക്ഷ നിലനിർത്തുന്നതിനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അമിത്ഷാ പറയുന്നുണ്ട്. ആസാമിൽ നടന്ന പൊതുപരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലഹരി കടത്ത സംഘങ്ങൾ സജീവമാകുന്നത് രാജ്യത്തിന്റെ സുരക്ഷയെ തന്നെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട് എന്നത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര ഏജൻസികൾ അതിർത്തികളിൽ കണ്ണും നട്ടിരിക്കുന്നത്. മയക്കുമരുന്ന് രഹിത ഭാരതം കെട്ടിപ്പടുക്കാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷ്യത്തിന്റെ ഭാഗമായി ആസാമിൽ 88 കോടിയുടെ ലഹരി മരുന്ന് കഴിഞ്ഞ ദിവസം നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ പിടിച്ചെടുത്തിരുന്നു. ഇംഫാൽ, ഗുവാഹത്തി മേഖലയിൽ മയക്കുമരുന്ന് കടത്ത് നടത്തുന്ന അന്താരാഷ്ട്ര ലഹരി മരുന്ന് ശൃംഖലയിലെ 4 പേരെ NCB അറസ്റ്റ് ചെയ്തു. താഴെത്തട്ടിൽ നിന്നാണ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. താഴെത്തട്ടിൽ നിന്നും മുകളിലേക്ക് അന്വേഷണം നടത്തും. മയക്കുമരുന്ന് വ്യാപാരം നടത്തുന്നവരോട് ഒരു ദയയും ഉണ്ടാകില്ല എന്ന് അമിത്ഷാ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ലഹരി കടത്തുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ കേസുകൾ ഉണ്ടായത് കേരളത്തിലാണെന്ന് നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുടെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. NDPS കേസുകളിൽ അറസ്റ്റിലും കേരളം ഒന്നാമതാണ്. പഞ്ചാബാണ് 2ാം സ്ഥാനത്ത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കണക്കുകളാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് NDPS കേസുകളിൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ കേരളത്തിൽ അറസ്റ്റിലായത് 1,11,540 പേരാണ്. 2ാം സ്ഥാനത്തുള്ള പഞ്ചാബിൽ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണം 9,025 കേസുകളാണ്. 3ാമതുള്ള മഹാരാഷ്ട്രയിൽ 7,536 കേസുകളും 2024 രാജ്യത്ത് രജിസ്റ്റർ ചെയ്തത് 30.8% കേസുകളും കേരളത്തിലാണ്. അങ്ങനെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കൂടാതെ 2024 അറസ്റ്റിലായത് 24,517 പേരും 2023 കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണം 30,715 കേസുകളാണ്. അതിൽ അറസ്റ്റിലായത് 33,191 പേരുമാണ്. NDPS കേസുകളിലും അറസ്റ്റിലും കേരളം ഒന്നാമതാണ്. 2024 കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണം 27,701 കേസുകളാണ്. 2022 കേരളത്തിൽ 26,918 NDPS കേസുകളാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തത് എന്ന് നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുടെ അവരുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അറസ്റ്റിലായത് 29,527 പേരും. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ലഹരി കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്ന റിപ്പോർട്ട് വന്നിട്ടും വലിയ രീതിയിലുള്ള പരിശോധന ഒന്നും കേരളത്തിൽ നടക്കുന്നില്ല എന്നതാണ് വസ്തുത. ന്യൂസ് ഡെസ്ക് തത്തമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.